വൃദ്ധവയോധികയായ ഖമറുന്നിസയ്ക്കും ജന്മനാ അന്ധയും മാനസിക ശാരീരിക വൈകല്യമുള്ള മകൾ ഉമ്മുസൽമയ്ക്കും വേണം ചോർന്നൊലിക്കാത്ത അടച്ചുറപ്പുള്ള ഒരു വീട്. സുമനസ്സുകൾ കനിഞ്ഞാൽ 6 ജീവനുകൾ പൊലിയാതെ കാക്കാം. ഒരു നേർക്കാഴ്ചയിലേക്ക്. കൊല്ലങ്കോട് പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഉൾപ്പെട്ട കരിമത്തിൽ മാതക്കോട് ആറംഗ കുടുംബം താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ്. 65 വയസ്സുള്ള ഖമറുന്നിസയും മക്കളായ ഉമ്മുസൽമ, സുഹ്റാബി, പേരക്കുട്ടികളായ അൻഷിയ, ആസിയ, അബ്ദുൽ ഹക്കീം എന്നിവരുമാണ് വീടെന്ന സ്വപ്നവും പേറി പതിറ്റാണ്ടുകളായി ഇവിടെ കഴിയുന്നത്. മാനത്ത മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഇവരുടെ മനസ്സിൽ ഭീതിയുടെ കാർമേഘം പടരും. ഇനിയൊരു മഴ കൂടി താങ്ങാനുള്ള ശക്തി വീടിന് നൽകണേ എന്ന പ്രാർത്ഥനയിലാവും പിന്നീടിവർ. ശക്തമായൊരു മഴയ്ക്ക് വീടിന്റെ ശേഷിക്കുന്ന ഭാഗം കൂടി നിലംപൊത്തുമെന്ന ആശങ്കയുമുണ്ട്. തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന വീട്ടിൽ ഭീതിയോടെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഈ സ്ത്രീജന്മങ്ങൾ. അതിശക്തമായ മേടച്ചൂടും ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത വേനൽമഴയും ഇവരുടെ ജീവിതം കൂടുതൽ നരകതുല്യമാക്കിയിരിക്കുകയാണ്. ദിവസങ്ങൾ കടന്നു ചെല്ലും തോറും ജീവിക്കാനുള്ള ആഗ്രഹം പോലും അസ്തമിക്കുകയാണെന്നാണ് ഇവർ കണ്ണീരോടെ പറയുന്നത്. കണ്ണു കാണാത്ത മകളാണ് ഉള്ളത്. ആ മകളെ പേർക്കാണ് ഈ വീട് കിട്ടിയത്. പഞ്ചായത്തിൽ നിന്ന് 10-20 വർഷമായി കിട്ടിയിട്ട് അതിലൊരു സീറ്റ് ഇട്ടിട്ട് ഞങ്ങൾ താമസിക്കണത്. സീറ്റൊക്കെ പൊളിഞ്ഞു വീണു, അകത്തിൻ്റെ ചുമരൊക്കെ പൊളിഞ്ഞു, വിണ്ട് കീറി കിടക്കുന്നു, ചുറ്റും ചുമരൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണം. വൃദ്ധവയോധികയായ ഖമറുന്നിസയ്ക്കും ജന്മനാ അന്ധയും മാനസിക ശാരീരിക വൈകല്യമുള്ള മകൾ ഉമ്മുസൽമയ്ക്കും ലഭിക്കുന്ന പെൻഷൻ തുക മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം. വീട് അറ്റകുറ്റപ്പണി നടത്താനുള്ള സാമ്പത്തിക ശേഷി പോലും ഇവർക്കില്ലെന്നിരിക്കെ സ്വന്തം അധ്വാനം കൊണ്ട് സുരക്ഷിതമായ ഒരു വീടുണ്ടാക്കുക എന്നത് ഈ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. മഴ വന്നാൽ ചോർന്നൊലിക്കാത്ത വീട്ടിൽ എന്നെങ്കിലും അന്തിയുറങ്ങാൻ കഴിയണമെന്ന പ്രാർത്ഥന മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. പക്ഷേ ആകാശം കാണുന്ന മേൽക്കൂരയ്ക്ക് താഴെ മഴയും വെയിലുമേറ്റ് കഴിയുകയല്ലാതെ മറ്റു മാർഗമില്ല. തങ്ങൾക്ക് സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരിടത്തിനായി സുമനസ്സുകളുടെ കനിവ് കാത്ത് കഴിയുകയാണ് ഈ കുടുംബം. വീട് വളരെ മോശമാണ്. 10-20 കൊല്ലം മുന്നിൽ കെട്ടിയതാണ് സീറ്റ് ഇട്ടത്. സീറ്റൊക്കെ പൊളിഞ്ഞു പോയി. മഴ പെയ്താൽ ചോർന്നിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. അസ്ഥിവാരത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് അകം മുഴുവൻ വെള്ളമാണ്. ഞങ്ങൾ പേടിച്ചിട്ടാണ് കഴിഞ്ഞ കൊല്ലത്തെ മഴയ്ക്ക് കിടന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട്. വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾക്ക് സഹായിക്കാനും ആരുമില്ല. കുറച്ചു നല്ല മനുഷ്യർ കനിഞ്ഞാൽ 6 ജീവനുകൾ പൊലിയാതെ കാക്കാം. UTV ന്യൂസ്, പാലക്കാട്.